It's a simple message, really. It's based on one key verse, and that verse is Galatians 6:9. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തെ ആധാരമാക്കി ഞാൻ ഒരു പ്രബോധനം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, നന്മ ചെയ്യുകയും നാം മടുത്തു പോകരുത്, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം കൊയ്യും. So the message is, do not grow weary in doing good. Do not grow weary in doing good. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് എന്നതാണ് ഈ വാക്യത്തിലെ പ്രബോധനം. Do you ever get tired or frustrated? നമ്മൾ ചില സമയത്ത് മാനസികമായി തളർന്നു പോകും. Maybe lose your motivation in the Lord's work. കർത്താവിന്റെ വേലയിൽ നാം വ്യാപൃതരായിരിക്കുമ്പോൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും കാര്യങ്ങൾ പോകാത്തപ്പോൾ നാം തളർന്നു പോകാറുണ്ട്. Have you ever gotten discouraged or even angry about serving the Lord? നിങ്ങൾ എപ്പോഴെങ്കിലും നിരാശപ്പെടുകയും കോപം വരികയും നിങ്ങളുടെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ചെയ്യാറുണ്ടോ? I mean, you're doing the things He's told you to do, and yet something happens and you grow weary. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, എന്നാൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുകയും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് നിരാശ വരാറുണ്ട്. Well, I'm not so naive as to not realize that maybe some of you are in that situation right now. അങ്ങനെ സംഭവിക്കുന്നില്ല, നമ്മെ സംബന്ധിച്ച് അങ്ങനെയുള്ള സാഹചര്യം ഇല്ല എന്ന് സഹോദരൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കൂടി ആയിരിക്കും നാം ഇപ്പോൾ കടന്നു പോകുന്നത്. It's not generally something we would share with our brothers, but the Lord knows. തമ്മിൽ പങ്കുവയ്ക്കേണ്ട സാഹചര്യങ്ങളാണ് ഇത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ദൈവത്തോട് ഈ വിഷയത്തെ കുറിച്ച് നാം സംസാരിക്കേണ്ടത് ആവശ്യമാണ്. Well, you're not alone. I certainly have been there before, and I imagine everyone has. എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇക്കാര്യത്തിൽ നിങ്ങൾ തനിയല്ല. സഹോദരനെ ഈ രാജ്യത്ത് വന്ന് വേലകളെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ തീർച്ചയായിട്ടും വഹിക്കുന്നുണ്ട്. നാം തനിയല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്ന കാര്യം ഓർമ്മിക്കട്ടെ. In fact, I know you all labor diligently in difficult circumstances. നിങ്ങള് പ്രയാസമുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് ബോധമുണ്ട്. You face opposition from the government, from the Hindu society that you live in. ഗവൺമെന്റിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ വസിക്കുന്ന ഹിന്ദുക്കളുടെ ആ സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് എതിർപ്പുകളും വിരോധങ്ങളും ഉണ്ടാകാറുണ്ട്. You face financial struggles for your family. There may be problems in relationships with some of the very people you try to serve. എന്ന് മാത്രമല്ല, കുടുംബത്തെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളെ താമസിക്കുന്ന സമൂഹത്തിലെ ആൾക്കാരും മറ്റുമായി അവരിൽ നിന്നുള്ളതായിരിക്കുന്ന എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. You know, brothers, I think in truth, there is surely greater cause for you to grow weary than me. നമ്മുടെ മഹത്തായിരിക്കുന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടി, കാര്യത്തിന് വേണ്ടിയാണ് നാം ഇതൊക്കെ സഹിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഉത്സാഹം പകരേണ്ടതാണ്. There is greater cause for you to grow weary than for many others who serve our master. കർത്താവിനെ സേവിക്കുന്ന നമുക്ക് ഇതിനേക്കാൾ മെച്ചമായ കാര്യങ്ങൾക്ക് വേണ്ടി നിരാശരാകുവാനും അതുപോലെ തന്നെ കഷ്ടം സഹിക്കുവാനും ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. And I would dare say, if you haven't grown weary at some point in your service to the Lord, I think you might be denying your feelings or just not trying very hard. നിങ്ങള് ക്രിസ്തീയ ശുശ്രൂഷയിൽ തളർന്നു പോകുന്നില്ല, ഒരിക്കൽ തളർന്നു പോകുന്നില്ല എന്നതാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നില്ല, വേലയിൽ വിശ്വസ്തരായിരിക്കുന്നില്ല എന്നതായിരിക്കാം കാരണം. Well, what I want to do this morning is look at the experiences of 3 servants of God as they were involved in doing what the Lord told them to do. കർത്താവിനെ സേവിക്കുന്നതായിരിക്കുന്ന കാര്യത്തിലുള്ള നമ്മുടെ പ്രത്യാശയെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. These 3 servants were faithfully, diligently serving the Lord. അത് കർത്താവ് നമ്മുടെ വേലയിൽ നമ്മെ സഹായിക്കുവാനായിട്ട് തന്നിരിക്കുന്നതായിരിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത്
കർത്താവിന്റെ പേരിൽ വിശ്വസ്തരായി കഷ്ടം സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. And they are great examples to us of what it means to be a servant of God. കർത്താവിന്റെ വേലക്കാർ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ ശക്തി പകരുന്നതാണ്. The three servants we're going to talk about are Moses, Elijah, and John the Baptist. ഇന്ന് ദൈവമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങളിൽ വ്യക്തികൾ എന്ന് പറയുന്നത് മോശ, ഏലിയാവ്, യോഹന്നാൻ. Now just think about it in a conversation about servants of the Lord. Imagine being mentioned in the same breath with any of them. രസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മത്തായി ഇവരെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. So if we remember who Moses and Elijah were, they were the two who met with the Lord Jesus on the Mount of Transfiguration. മോശയും ഏലിയാവും ആരാണ് നമുക്കറിയാം. മരുഭൂമിയിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് സംസാരിച്ച രണ്ടുപേരാണ്. Moses was described as the most humble man to ever live in the Bible. ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ജീവിച്ചിട്ടുള്ളതായിരിക്കുന്ന ആളുകളിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ എന്നാണ് മോശയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. Elijah was chosen to be the antitype of the herald who would announce and prepare the way for the Messiah. That's about Elijah. In other words, John the Baptist was a type of Elijah. ഹേരോദാവ് തലവെട്ടി കൊന്നതായിരിക്കുന്ന യോഹന്നാൻ ശ്രാപകൻ ഏലിയാവിന്റെ ആത്മാവോട് കൂടിയവൻ ആണ് എന്ന് നമുക്കറിയാം. And in Jesus' own words, he said this: among those born of women, there has not risen one greater than John the Baptist. നമ്മുടെ കർത്താവിന്റെ സ്വന്തം വാക്കുകളിൽ കർത്താവ് പറഞ്ഞത് സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരും ഇല്ല എന്നാണ്. Did you know that Moses is named 80 times in the New Testament? 80 പ്രാവശ്യം മോശയെ കുറിച്ചുള്ള പരാമർശം ഉപയോഗിച്ചിട്ടുണ്ട്. Elijah is named 29 times. ഏലിയാവിനെ കുറിച്ച് 29 പ്രാവശ്യം പരാമർശങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. And of course, we have a lot of information about John the Baptist in the New Testament, as well as prophecies in the Old. യോഹന്നാൻ ശ്രാപകനെ കുറിച്ച് താനെ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി ആണ് എന്നുള്ളത് കൊണ്ട് ഈ സുവിശേഷകന്മാര് ധാരാളം പരാമർശങ്ങൾ നടത്തി. These men diligently served the Lord. They suffered for the Lord. They are great examples for us. ഈ മനുഷ്യർ മൂവരും തന്നെ കർത്താവിനെ സേവിച്ചവരും കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചവരും നമുക്ക് എല്ലാവർക്കും നല്ല മാതൃകകളുമാണ്. And yet I submit, each grew weary in doing good. എന്നാൽ ഒരു കാര്യം അവരെ കുറിച്ച് പറയേണ്ടത് ഇവര് മൂന്നുപേരും അത് തളർന്നു പോയ ആളുകളാണ്. And again, I want to ask you, I hope that this will be something that the Lord will apply to our hearts as we look in our hearts. Have you ever grown weary in doing good? നമ്മുടെ ജീവിതത്തിൽ നാം നന്മ ചെയ്ത് തളർന്നു പോകുന്ന സമയങ്ങളിൽ ഇവരെ കുറിച്ച് ധ്യാനിക്കുന്നത് നമുക്ക് ഉത്സാഹം പകരുന്ന കാര്യമാണ്. The exhortation from God's word is to not grow weary, and yet we do. നന്മ ചെയ്തതിൽ തളർന്നു പോകരുത് എന്ന് തന്നെയാണ് വചനം നമ്മോട് വ്യക്തമായിട്ട് പ്രബോധിപ്പിക്കുന്നത്. I could launch into a message that would be encouraging us about how to avoid growing weary, and that is certainly a good thing to do. ഈ തളർന്നു പോകുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കിയത് നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. But I'm choosing to encourage us in a different way, and that's by looking at these three servants in the times when they also grew weary. എന്നാൽ തളർന്നു പോലെ ഒഴിവാക്കുന്ന വിധത്തെ കുറിച്ചല്ല ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ മൂന്ന് ജീവിതങ്ങളിൽ കൂടെ അവര് സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്തത് പിടിച്ചിരുന്നത് എന്നാണ്. Not to criticize them, but to learn from their mistakes and be encouraged that the Lord still used them mightily. അവരെ വിമർശിക്കുവാനല്ല, പക്ഷേ അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കുവാൻ തക്കവണ്ണം അവരെ പരിശോധിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. So first, let's consider the servant of the Lord, Moses. ആദ്യമായിട്ട് നമുക്ക് മോശ കർത്താവിനെ സേവിച്ച കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. Numbers chapter 14, verses 20 through 23 is a summary of what's been.
is a summary of what's been happening as Moses led the Israelites. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളില് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. They have rebelled time and time again, and finally, this is the Lord's response. വീണ്ടും വീണ്ടും മോശ ദൈവത്തോടെ പല കാര്യങ്ങൾ സംസാരിക്കുകയും അവസാനമായിട്ട് ദൈവം മോശയോടെ പ്രതികരിക്കുന്നതായിരിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. So let's read Numbers 14:20-23. സംഖ്യാപുസ്തകത്തിന്റെ 20 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിന് യഹോവ അരുളിച്ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എങ്കിലും എന്താണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. So we see the Lord had had enough. Therefore, that generation of Israelites couldn't enter the promised land. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാഞ്ഞതായിരിക്കുന്ന ഒരു തലമുറ, ആ തലമുറയെ കുറിച്ച് ദൈവം പറഞ്ഞതല്ല, അവിടെ ഒരാൾ പോലും ദേശം കാണുകയില്ല, വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ല എന്നാണ്. Of course, that did not include Moses. But then we learn of what happens to Moses later. ആ സമയത്ത് മോശയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ പിൽക്കാലത്ത് അവർ മനസ്സിലാക്കി മോശ എന്ന മനുഷ്യൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. So we're going to move forward then to Numbers chapter 20. അതുകൊണ്ട് നമുക്ക് മോശയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരാം. Brother, this is one of the most tragic chapters in all the Bible. മുഴുവൻ ബൈബിളിലെയും ഏറ്റവും സങ്കടകരമായിരിക്കുന്ന ദുഃഖകരമായ അധ്യായങ്ങളിൽ ഒന്നാണ് 20-ാമത്തെ അധ്യായം. It begins with the death of Miriam and ends with the death of Aaron. മറിയമിന് എന്താണ് സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ അഹരോന് എന്താണ് സംഭവിച്ചത് എന്ന് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. And we read about a very low moment in Moses' life in between. എന്ന് മാത്രമല്ല, അതിന് മധ്യത്തിൽ മോശയുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായിരിക്കുന്ന ദീർഘമായിരിക്കുന്ന ഒരു വിവരണവും നമുക്ക് ലഭിക്കുന്നുണ്ട്. So first just read Numbers 20 verse 1 and Numbers 20 verse 29. Just those two verses. 20-ാം അധ്യായത്തിലെ 1-ാം വാക്യവും 29-ാം വാക്യവും നമുക്ക് വായിക്കാം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയിൽ 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അടക്കം ചെയ്തു. 29-ാമത്തെ വാക്യം, അഹരോൻ മരിച്ചുപോയി എന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനഗ്രഹമൊക്കെയും അഹരോനെ കുറിച്ച് 30 ദിവസം വിലപിച്ചു. So there we have the beginning and the end of the chapter. What happens in the middle perhaps is even more tragic. Now let's read verses 2-5. ഈ അധ്യായം ആരംഭിക്കുന്ന മിരിയാമിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അവസാനിക്കുന്ന അഹരോന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടുമാണ് ഇസ്രായേൽ ജനം മുഴുവൻ കൊണ്ട് ദുഃഖത്തിലായി. Go ahead and read Numbers 20 verses 2-5. 20-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ജനത്തിന് കുടിപ്പാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹരോന് വിരോധമായി കൂട്ടം കൂടി. ജനം മോശയോട് കലഹിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിന്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്ത്, അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. So this isn't the first time the Israelites have complained like this and said almost the same things to Moses and Aaron. ഇവിടെ മോശയോടും അഹരോനോടും ജനം വലിയൊരു പരാതി പറയുകയാണ് ചെയ്യുന്നത്. Imagine the frustration Moses would have been experiencing with these people. ഈ ആളുകളെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോശ അനുഭവിക്കുന്നതായിരിക്കുന്ന പ്രയാസത്തെ കുറിച്ച്, മാനസിക സംഘർഷത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. Now I know we all have difficulties in working with some of the people in the church, or perhaps working with members of our family, but I don't know that we've ever had to deal with the kind of people that Moses is dealing with. നമുക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്. സഭയിലെ ആളുകളാകാം, അല്ലെങ്കിൽ നാം പ്രവർത്തിക്കുന്ന മേഖലയിലെ ആളുകളൊക്കെ ആകാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, മോശ അനുഭവിക്കേണ്ടി വന്നതായിരിക്കുന്ന സാഹചര്യം നമുക്ക് ആർക്കും ഒരു പക്ഷേ ഉണ്ടായിട്ടില്ല. So
given this situation, how does Moses and Aaron respond? അപ്പോ നമ്മുടെ മുൻപിലെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോശയും അഹരോനും എങ്ങനെയാണ് പ്രതികരിച്ചത്? Well, look at verse 6. Read verse 6. 6-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. എന്നാലേ മോശയും അഹരോനും മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണു വീണു. യഹോവയുടെ തേജസ്സ് അവർക്ക് പ്രത്യക്ഷമായി. I mean, what a great example for us, again, from the life of Moses. The first thing they did was they sought out the Lord. നമുക്ക് എത്ര വലിയൊരു മാതൃകയാണ് ഈ പുരുഷന്മാരെ. ഒന്നാമത് അവർ എന്താണ് ചെയ്തത്? ഈ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ദൈവത്തിന് മുഖം അന്വേഷിക്കുകയാണ് ചെയ്തത്. And the Lord heard their prayer and he told them what to do. ദൈവം അവർക്ക് അവരുടെ മഹത്വം പ്രത്യക്ഷനാകുകയും ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് പറയുകയും ചെയ്തു. So let's see what happens then. Verses 7 through 9. ദൈവം അവർക്ക് പ്രത്യക്ഷമായ ശേഷം എന്താണ് സംഭവിച്ചത്? 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട് നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചു കൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച ജനത്തിനും അവർ കന്നുകാലികൾക്കും കൊടുക്കണം എന്നല്ല ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ എവിടെ സന്ധിയിൽ നിന്ന് വടിയെടുത്തു. So again, this is an example of what we should always do. Just do as the Lord commands. ഇവിടെ നമുക്ക് മോശ ഒരു വലിയ മാതൃകയാണ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ വടിയെടുക്കുക, ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ മോശ നമുക്ക് ഒരു മാതൃകയാണ്. But in the midst of Moses' obedience, it appears that he became weary in doing good. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ മോശ മനമടുത്തു പോയി. So you know the story, but I think it's still good for us to read it. Let's read verses 10 through 13. അതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചു കൂട്ടി അവരുടെ മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക, എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോവുകയില്ല എന്ന് അരുളിച്ചെയ്തു. ഇതാ ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവരുടെ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജനം. What happened to Moses between the time that he fell on his face in worship to the time that he spoke to the Israelites? ഈ ദൈവമുമ്പാകെ കപട്ടു വീണ് കരഞ്ഞതും അതുപോലെ ഈ പാറയെ അടിച്ചുകൊണ്ട് പറഞ്ഞതുമായ ഈ 2 സംഭവങ്ങൾക്ക് മധ്യത്തിൽ മോശയ്ക്ക് എന്താണ് സംഭവിച്ചത്? He obviously became angry. മോശ കോപിഷ്ഠനായി എന്നുള്ളതാണ്. He was frustrated and impatient with the people. അവരെ ക്ഷമയറ്റുപോയി, ആളുകളോട് അവൻ നീരസപ്പെട്ടു. And we can identify with that, can't we? I mean, he just wanted some appreciation instead of the people always complaining to him and blaming him. മോശയുടെ ഈ സാഹചര്യത്തോട് നമുക്കും അത് ഏകീഭവിക്കാനായിട്ട് നമ്മുടെ അനുഭവങ്ങളിൽ കഴിയും. കാരണം ചില അനുമോദനവും പ്രശംസയും നന്ദിവാക്കും ഒക്കെയാണ് നാം ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്? നിശ്ചിതമായി നമ്മളെ വിമർശിക്കും. He had done so much for them, and he had been so patient and an intercessor for them, and they weren't appreciative at all. മോശ അവർക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തു, വളരെയധികം കഷ്ടതകൾ സഹിച്ചു. എന്നിട്ടും അവർ യാതൊരു നന്ദി കാണിക്കാതെയാണ് മോശ പ്രതികരിച്ചത്. We can certainly understand Moses' response. But what did the Lord say? He said, "You did not believe me to hallow me in the eyes of the children of Israel." Ultimately, the issue that the Lord brings up is Moses had taken his eyes off the Lord and was allowing the people to gain his attention too much. എന്താണ് സംഭവിച്ചത്? മോശ ഒരു നിമിഷം ദൈവത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണുകളെ എടുത്തിട്ട് ജനങ്ങളുടെ നേരെ നോക്കി, ജനങ്ങളെയാണ് കണ്ടത്. അവിടെയാണ് തെറ്റിപ്പോയത്. And because of that, he put himself in the place of the Lord and essentially took credit
for bringing the water to the people. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മോശ കാര്യങ്ങളെ കണ്ടതും ചിന്തിച്ചതും വ്യത്യസ്തമായി കാണാം. ജനങ്ങളോട് മോശ കോപിക്കുകയും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുകയും ചെയ്തു. Now, brothers, we dare not put ourselves before the Lord when we work with His people. സഹോദരന്മാരെ, നമ്മുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നാം കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ശരിയായി ചെയ്യുവാനായിട്ട് സാധിക്കും. You know, especially when in leadership, as the word tells us, we bear a greater responsibility than the rest. സാധാരണ വിശ്വാസികളെ കുറിച്ചല്ല, നേതൃത്വത്തിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. നേതൃത്വത്തിലുള്ളവർക്ക് സാധാരണ വിശ്വാസത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. But still, we might ask, how could Moses make such an error? ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കും, ഇത്ര വലിയൊരു തെറ്റ് മോശ എങ്ങനെയാണ് ചെയ്തത്? Well, I submit he became weary. He just had done enough, he felt, enough good things, and he wasn't getting what he expected. മോശ തളർന്നുപോയി എന്നുള്ളതാണ്. മോശ ഈ ജനത്തിന് വേണ്ടി ചെയ്ത് തളർന്നുപോയി. തനിക്ക് ഒരു നിമിഷം അത് ദൈവത്തിന്റെ മുഖത്ത് നിന്ന് ആ കണ്ണുമാറി താൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകളും ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്ന എതിർപ്പുകളിലേക്ക് തന്നെ കണ്ണുകളും അങ്ങോട്ട് നീങ്ങിപ്പോയി. Galatians exhorts us not to lose heart, but Moses did lose heart. ഗലാത്യരിൽ നാം വായിച്ച് നന്മ ചെയ്ത് തളർന്നു പോകുന്നതെന്നാണ്. മോശ തളർന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം. And I'm sure he must have just felt he had done so much for those people and so much for the Lord. And what was his reward? ജനങ്ങൾക്ക് വേണ്ടി മോശ വളരെയധികം കാര്യങ്ങൾ ചെയ്തു, വളരെയധികം കാര്യങ്ങൾ കഷ്ടതകൾ സഹിച്ചു. എന്നാൽ മോശയ്ക്ക് എന്താണ് ലഭിച്ചത്? Yes, even the great servant Moses grew weary in doing good, brothers. മോശയ്ക്ക് ലഭിച്ച വിമർശനങ്ങളാണ് അതിലും തളർന്നത്. The second servant of the Lord I want to consider is Elijah. കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ ഏലിയാവിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. In 1 Kings chapter 17, we read the first mention of Elijah. രാജാക്കന്മാർ 17 അധ്യായത്തിലാണ് ഏലിയാവിനെ കുറിച്ച് നാം ആദ്യം പരാമർശിക്കുന്നത് കാണുന്നത്. What follows in chapter 17 is first he confronts the wicked king Ahab. ദുഷ്ടനായിരിക്കുന്ന ആഹാബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ 17ാമത്തെ അധ്യായം ആഹാബിനെ കുറിച്ചാണ് പ്രധാനമായി പറയുന്നത്. I mean, this was a very difficult thing and a very dangerous thing. Remember, his wife is Jezebel. Her name means like wicked woman. ഈ ആഹാബിന്റെ ഭാര്യയായിരിക്കുന്ന ഇസബേൽ എന്ന് പറയുന്ന ഏറ്റവും ദുഷ്ടയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. And what Elijah tells King Ahab he's going to do is the Lord is going to bring a drought. And so Elijah prays for this drought. ഏലിയാവ് മഴ പെയ്യാത്തത് കൊണ്ട് വഴിയാത്തത് സംബന്ധിച്ച് ആഹാബ് വളരെ ദൈവത്തോട് മത്സരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഏലിയാവ് പറയുന്നത്, താന് പറഞ്ഞിട്ടല്ലാതെ ഇനിയും മഴ പെയ്യുന്ന പ്രശ്നമില്ല. The Lord allows Elijah to leave the presence of the king, and during this drought he's taken in by a widow. ഈ മഴയില്ലാത്തതായിരിക്കുന്ന ഈ കാലത്ത് രാജാവിന്റെ സ്ഥലത്ത് വിട്ട് ഒരു തോട്ടിൽ പോയി ഒളിച്ചിരിക്കുവാനാണ് ദൈവം ഏലിയാവിനോട് ആവശ്യപ്പെട്ടത്. And I'm sure you know the story. The widow is going to cook her last meal, and yet she's willing to share her food with Elijah. കാക്കയെ കൊണ്ട് അവിടുന്ന് അപ്പം കൊടുക്കുകയും അതിനുശേഷം പിന്നെ ഒരു വിധവയെ കൊണ്ട് അപ്പം കൊടുക്കുകയും ഒക്കെ ചെയ്ത കഥയെല്ലാം നമുക്കറിയാവുന്നതാണ്. And so the Lord uses Elijah to perform a miracle, and the widow's flour and oil never run out, and they're taken care of. ഏലിയാവിനെ കൊണ്ട് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം അനുവദിച്ചു. ആ വിധവയായ സ്ത്രീയുടെ കലത്തിലെ മാവോ എണ്ണയോ തീർന്നുപോകാതെ വർഷങ്ങൾ സൂക്ഷിക്കുവാൻ കൊണ്ടിടയായി. But then tragically, the widow's son dies. എന്നാൽ അവിടെ ഒരു സങ്കടകരമായ അനുഭവം ഉണ്ടായി. എന്താണ്? ആ വിധവയുടെ മകൻ മരിച്ചു. And she almost seems to blame Elijah for bringing trouble into her home.
ആ കുട്ടിയുടെ മരണത്തിന് ആ സ്ത്രീ ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ഏലിയാവിനെയാണ് കുറ്റപ്പെടുത്തിയത്. But Elijah graciously prays to the Lord to raise him back from the dead. എന്നാൽ ഏലിയാവ് എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുവാനൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. And amazing, the Lord answers his prayer and the boy ദൈവം comes back to life. ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട് കുട്ടിക്ക് ജീവൻ കൊടുത്തു എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. Now, what a high point in a ministry if the Lord were to use one of us to bring someone back from the dead. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഹൈ പോയിന്റ് ആയിരിക്കും അത്, അല്ലേ? മരിച്ചവർ വീട്ടിൽ ചെല്ലുകയും അവിടുത്തെ കുട്ടിയെ പ്രാർത്ഥിപ്പിച്ച് ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത്. But more follows. Then there's the confrontation between Elijah and the prophets of Baal. എന്നാൽ നമുക്കറിയാം ഈ സംഭവത്തിന് ശേഷം ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ബാലിന്റെ പ്രവാചകന്മാരുമായിട്ടുള്ള വലിയ ഒരു ഏറ്റുമുട്ടലാണ്. And using Elijah, the Lord gives a great victory. He sends the fire down when the prophets of Baal were made to look foolish. ഏലിയാവിന്റെ പ്രവാചകന്മാരുമായുള്ള ഈ ഏറ്റുമുട്ടലിൽ ദൈവം ഏലിയാവിന് വലിയൊരു വിജയമാണ് നൽകുന്നത്. And of course, the 450 prophets of Baal are then put to death by the Israelites. I mean, this is just a great victory for Yahweh, and Elijah is at the center. I don't know about you, but I would treasure the opportunity to do something like that. How great it would be. സഹോദരൻ പറയുന്നത് അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുവാനായിട്ട് ദൈവം ഒരു അവസരം തന്നാൽ അത് വലിയൊരു പദവിയായിട്ട് കണക്കാക്കും. Well, then after that great victory, Elijah prays for the drought to stop. ഈ വിജയത്തിന് ശേഷം മഴ നിന്നു പോകുവാനായിട്ട് ഏലിയാവ് അത് പ്രാർത്ഥിക്കുന്നു. And this is what happens. Let's read 1 Kings 18:45 and 46. രാജാക്കന്മാർ 18-ാം അധ്യായത്തിന് 45-46 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കലർത്തു വൻപഴവയിലും ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കി കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. So on any level, these events are amazing. Elijah is having a great and powerful, glorifying ministry. ഏലിയാവ് ഇവിടെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമായി തന്നെ സംഭവിക്കുന്നു. ഏലിയാവിന് അത്ഭുതകരമായിരിക്കുന്ന, ശക്തമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ ദൈവം നൽകിയിട്ടുള്ളത്. Through all of this, he's serving the Lord in the power of the Lord. നമ്മുടെ ശുശ്രൂഷകൾ ദൈവം നൽകുന്ന ശക്തി നമ്മളെ കൊണ്ട് അതിശയകരമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ സഹായിക്കുന്നു. Doing not just good, doing one great thing after another. കേവലം എവിടെയെങ്കിലും ഒരു കാര്യം ചെയ്യാനല്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം തന്റെ ദാസന്മാർക്ക് ശക്തി കൊടുക്കും. So I know you know the story, but if a person didn't know the story, they would be wondering, well, wow, where does Elijah go from here? അപ്പോ കഥകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊക്കെ സംഭവിച്ചിട്ട് ഏലിയാവ് എങ്ങോട്ടാണ് പോയത്? Well, we read about what happens after these things in chapter 19. ഇത്രയും ശക്തമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്ത ശേഷം ഏലിയാവിന് എന്താണ് സംഭവിച്ചതെന്ന് 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്. Let's read 1 Kings chapter 19 verses 1 and 2. രാജാക്കന്മാർ 19-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ടുവന്നവരുമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവന്റെ ഒറ്റ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കണ്ടവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. So, given all that's happened up to this point, Elijah responds in a surprising way. ഈ സംഭവത്തിന് ശേഷമുള്ള ഏലിയാവിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു പ്രതികരണമാണ്. He's afraid. Elijah is afraid at the threat of Jezebel,
And not only afraid, he just wants to die. ഇസ്രായേലിനെ ഭയപ്പെട്ട ഏലിയാവ് ഓടിപ്പോയി. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഏലിയാവ് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജീവിക്കാൻ ഭയപ്പെടുന്നവനായിട്ടാണ് ഏലിയാവിനെ കാണുന്നത്. Read chapter 19, verses 3 and 4. 19-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ വായിക്കുന്ന അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. ദാനം മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന ഒരു ചൂരചിരുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ചെയ്തു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. How can Elijah have come to this point in his life after all that has happened? ഈ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തതായിരിക്കുന്ന ഏലിയാവ് പെട്ടെന്ന് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? I submit he had grown weary in doing good. നന്മ ചെയ്യുന്നതിൽ ഏലിയാവ് തളർന്നുപോയി എന്ന് നമുക്ക് പറയാം. He was physically tired. He was emotionally tired. ശാരീരികമായും മാനസികമായും തളർന്നു. I mean, when we think about physically tired, he outran Ahab's chariot. He must have been exhausted, which can affect how we think, brothers. ശാരീരികമായി തളർന്നുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ ഏലിയാവിന്റെ രഥത്തിന് മുൻപിലാണ്, ആഹാബിന്റെ രഥത്തിന് മുൻപിലാണ് ഏലിയാവ് ഓടിയത്. ആ വലിയൊരു ഓട്ടമാണ് ഓടിയത്. ആ ഓട്ടം കൊണ്ട് അവൻ ശാരീരികമായി തളർന്നു. I imagine he was thinking, Lord, haven't I done enough? ഒരു പക്ഷേ ഏലിയാവ് വിചാരിച്ച, കർത്താവിനോട് ഞാൻ ആ കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല, ഇത്രയൊക്കെ പോരെ. But we don't have to imagine everything, because he tells us what he was thinking in verses 9 and 10. Read 1 Kings 19, 9 and 10. 9-10 വാക്യങ്ങൾ ഏലിയാവ് എന്താണ് ചിന്തിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവനൊരു ഗുഹയിൽ കടന്നു രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട് ഏലിയാവ്, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാഴ്ന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. After all he had done, he felt like all was lost. താൻ കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ആ ചെയ്തതെല്ലാം ഇപ്പൊ നഷ്ടമായി എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. He truly had lost heart. തീർച്ചയായിട്ടും ഒരു വലിയ ദൈവമനുഷ്യൻ തന്നെയാണ്. And he just wanted to give up. Have you ever wanted to give up? Okay, എന്നാൽ തന്റെ ശുശ്രൂഷ നിർത്തിപ്പോകുവാനാണ് ഏലിയാവ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. And I wonder if any of us have ever gotten to that point where we were ready to just give up. എന്നെ കേൾക്കുന്ന നമ്മളിൽ ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. Part of what he was thinking was he was the only one serving the Lord. So what was the use of going on? ഏലിയാവ് എന്താ ചിന്തിച്ചത്? ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, മറ്റെല്ലാവരും പോയി, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. But in the midst of this lapse of faith and strength, what did the Lord do? ഏലിയാവിന് വന്നതായിരിക്കുന്ന ഈ വിശ്വാസ നഷ്ടത്തിന്റെയും അതുപോലെ തന്നെ ധൈര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും എന്താണ് ഏലിയാവിന് വേണ്ടി ചെയ്തത്? Well, the Lord encouraged him. അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. The Lord showed himself strong in an earthquake that shattered rocks. താൻ ധൈര്യമുള്ളവനാണ് എന്ന് കാണിക്കുവാൻ പറ്റുന്ന ദൈവം ഏലിയാവിനെ ശക്തിപ്പെടുത്തി. He showed himself strong in a great fire. വലിയ ഒരു തീ അയച്ച് ദൈവത്തിന്റെ ശക്തി താൻ കാണിച്ചു. But when he actually speaks to Elijah, he speaks to him in a gentle breeze. എന്നാൽ ആ തീയിലല്ല, അഗ്നിയിലല്ല ദൈവം അവരോട് സംസാരിക്കുന്നത്. സൗമ്യമായ നിലയിലാണ്, ശക്തമായ ശബ്ദത്തിലാണ് അവരോട് സംസാരിക്കുന്നത്. Brethren, the Lord knows our frame, not just intellectually, but by experience. സഹോദരന്മാരെ, നമ്മളെ കുറിച്ച് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മുടെ ചിന്തകളും നമ്മുടെ വ്യക്തിത്വത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളും എല്ലാം കർത്താവിന് അറിയാം. And he is patient and kind and meets us where we're at in life. ഇത് മാത്രമല്ല, അവൻ നമ്മുടെ ദൈവം കരുണയുള്ളവനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവനും. But you see, even the great servant Elijah grew weary in doing good. എന്നാലും കാര്യം മനസ്സിലാക്കണം, എത്ര വലിയ ദൈവദാസനായിരുന്നു ഏലിയാവെങ്കിലും
അവൻ തളർന്നുപോയി, അവനെ ക്ഷീണിതനായി തീർന്നു. And yet, praise the Lord cared for him in his need. ദൈവം അവന് വേണ്ടി കരുതി അവനെ ഉത്സാഹിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. And I imagine there are some right now who are struggling. And I want to encourage you that the Lord will meet your need. ഏലിയാവിനെ പോലെ ബുദ്ധിപരമായിരിക്കുന്ന ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടുന്നതായിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിയന്തരം. Well, the third servant of the Lord I want to consider is John the Baptist. യോഹന്നാന്റെ ഏലിയാവ് ആ നിലയിലേക്ക് വന്നു. എന്നാൽ അപ്പോഴും ദൈവം ഏലിയാവിനെ ഉയർത്തി. നമുക്കിനി യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ചിന്തിക്കാം. Who was this John the Baptist? What was he like? സ്നാപക യോഹന്നാൻ വാസ്തവത്തിൽ ആരായിരുന്നു? എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു? Well, Jesus said of him, among those born of women, there has not risen one greater than John the Baptist. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ സ്നാപകനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല എന്ന് കർത്താവ് തന്നെ കുറിച്ച് പറഞ്ഞു. But what happened as John was serving the Lord Jesus? കർത്താവിനെ സേവിച്ച യോഹന്നാൻ എന്താണ് സംഭവിച്ചത്? In the Gospel of Luke, we read where Jesus was performing many miracles, but John was in prison. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്തു എന്നാൽ യോഹന്നാൻ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല എന്ന്. Imagine that. After all John had done for Jesus, John was in prison. കർത്താവിന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ പ്രവർത്തിച്ചതായിരിക്കുന്ന യോഹന്നാനെ ഇപ്പോൾ നാം കാണുന്ന ജയിലിലാണ്. Surely that must have been frustrating, discouraging, perhaps brought feelings of being unappreciated. യോഹന്നാനെ തീർച്ചയായിട്ടും വളരെ നിരാശിതനായിട്ടാണ് താൻ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവം മാനിച്ചില്ല എന്നൊരു തോന്നലും പക്ഷേ യോഹന്നാന്റെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് യോഹന്നാൻ മാനസികമായി തളർന്ന ഒരു അനുഭവത്തിലാണ് ഈ തലമുറയിൽ കഴിയുന്നത്. Jesus certainly wasn't doing what John had expected. ദൈവം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ ചെയ്തില്ല എന്നതാണ് യോഹന്നാന്റെ സങ്കടം. And this commonly happens to the servant of the Lord. What we expect to happen as a result of our service doesn't happen. കർത്താവിന്റെ ദാസന്മാർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന സേവനങ്ങൾക്ക് പകരം കർത്താവ് ഇങ്ങനെ ചെയ്യുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും കർത്താവ് ചെയ്യുന്നില്ല. And it's not just because we're selfish and want some reward. Many times it's because we just want to see the Lord glorified. We want to see him made strong in the eyes of the world. അത് നമ്മൾ സ്വാർത്ഥതയുള്ളവരായതുകൊണ്ടോ തെറ്റുകാരായതുകൊണ്ടോ അല്ല, പിന്നെയോ നാം പ്രതീക്ഷിക്കുന്നത് ദൈവം തന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യുമെന്നാണ്. Oftentimes those things that we desire don't happen. എന്നാൽ സഹോദരന്മാരെ, പലപ്പോഴും കർത്താവിന്റെ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. And so given these events, John in prison, Jesus performing miracles, we read in Luke chapter 7 how John responded. യോഹന്നാൻ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യോഹന്നാൻ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല, എന്നാൽ യോഹന്നാൻ എന്താണ് ചെയ്തതെന്ന് അവിടെ പറയുന്നു. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം. Let's read Luke 7 verses 18 to 23. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങള്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങള്. ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. എന്നാറ യോഹന്നാൻ തന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ വിളിച്ച് കർത്താവിന്റെ അടുക്കൽ അയച്ചു, വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്ന്, വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ ശ്രാവകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും ബാധിച്ച് പലരെയും സൗഖ്യമാക്കുകയും പല കുട്ടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പീൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന ഉത്തരം പറഞ്ഞു. So we might ask, how was John stumbling? യോഹന്നാൻ എങ്ങനെയാണ് ഇടറിപ്പോയത്? He was questioning, I would say, his ministry. He was questioning the identity of the person that he was serving.
യോഹന്നാനെ ബന്ധപ്പെട്ടിട്ട് തന്റെ ശുശ്രൂഷയിൽ താൻ ആരുടെ മുൻഗാമിയായിട്ടാണോ വന്നത് ആ വ്യക്തിയുടെ അസ്തിത്വത്തെ തന്നെ താൻ ചോദ്യം ചെയ്യുവാനിടയായി. And so Jesus wasn't meeting John's expectations, and John grew weary. Perhaps he grew impatient. യോഹന്നാനെ കർത്താവ് തനിക്ക് വേണ്ടി ഈ ജയിലിൽ കിടക്കുമ്പോൾ ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ യോഹന്നാന് വളരെ മാനസികമായി തളർന്നുപോയി. Surely John did indeed know who Jesus was. God had revealed this to him clearly at the baptism. യോഹന്നാൻ തീർച്ചയായും പറഞ്ഞു യേശു ആരാണ്, മശീഹയാണെന്നുള്ളത്. കാരണം വ്യക്തമായ തെളിവുകളുള്ള ദൈവം കർത്താവിന്റെ സ്നാനത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തതാണ്. But at this point in his life, John grew weary of doing good. എന്നാൽ യോഹന്നാന്റെ ജീവിതത്തിലെ ഈ ഒരു സാഹചര്യത്തിൽ ആ യാഥാർത്ഥ്യങ്ങളെ യോഹന്നാൻ ചോദ്യം ചെയ്യുവാനിടയായി. കാരണം താൻ മാനസികമായി തളർന്നുപോയി. So we've considered Moses, Elijah, John the Baptist. മോശ, ഏലിയാവ്, സ്നാപക യോഹന്നാൻ, ഈ മൂന്ന് പേരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. All three of these great servants of the Lord struggled at various times in their life. ഈ മൂന്ന് പേരും വലിയ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ അവരുടെ കാലത്ത് സമയത്ത് ചെയ്തതായ ദേവദാസന്മാരാണ്. Maybe there is sometimes in your heart you feel like, well, if the Lord really did something wonderful through me, I would never grow weary. I would press on no matter what. ഒരുപക്ഷെ നാം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, നമ്മുടെ ശുശ്രൂഷയുടെ കാലത്ത് ദൈവം ഈ മൂന്ന് പേരും കൂടെ ചെയ്തതുപോലെയുള്ള ഏതെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോവുകയില്ല, അവർ ചെയ്തതുപോലെ നാം ചെയ്യുകയില്ല. Well, think of Moses, Elijah, and John the Baptist, what the Lord accomplished through them. And yet, brethren, they grew weary of doing good. ഒരു കാര്യം പറയാം, യോഹന്നാനും അതുപോലെ തന്നെ മോശയും ഏലിയാവും ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യം മറക്കരുത്, അവരെല്ലാവരും കൊണ്ട് ക്രിസ്ത്യ ജീവിതത്തെ തളർന്നു പോകും. Do you grow weary of doing good? ചോദ്യം, നാം തളർന്നുണ്ടോ? നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ശുശ്രൂഷയിൽ നാം അങ്ങനെ തളർന്നു പോകാറുണ്ടോ? Or perhaps some of us right now are weary of doing good. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിലരൊക്കെ ആ ആലസ്യത്തിലും ആ തളർച്ചയിലും ആയിരിക്കാം. Brother, don't be too hard on yourself. അങ്ങനെ നാം താരങ്ങൾ തളർന്നു പോയെങ്കിൽ അവരോട് നാം കഠിനമായി പെരുമാറരുത്. I'm not saying that it's not important that we press on and that we do our very best not to grow weary. But if we do, we're in good company. ഞാൻ പറയട്ടെ, നാം ഒരിക്കലും അങ്ങനെ തളർന്നു പോകരുത്, നിരാശരായി പോകരുത് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം പറയാം, അങ്ങനെ തളർന്നു പോകുന്നെങ്കിൽ നമുക്ക് മുൻപ് നമ്മളെക്കാൾ വലിയ ഭക്തന്മാരായിരുന്ന ആളുകൾ തളർന്നുപോയി എന്ന കാര്യം നാം മറക്കരുത്. And the remedy for that weariness is to remember who we serve. നാം ആരെയാണ് സേവിക്കുന്നത് എന്ന് ഓർക്കുക എന്നുള്ളതാണ് തളർന്നു പോകാതിരിക്കുവാനുള്ള ഒരു പ്രധാന രഹസ്യം. Remember how he has treated us in the past and how we see him treating his servants in the word. കർത്താവ് തന്റെ ദാസന്മാരെ എങ്ങനെയാണ് ഉത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ശുശ്രൂഷയിൽ അവരുടെ ശക്തീകരിക്കുകയും ചെയ്തതെന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. He's loving, he's kind, he's patient, and he will indeed reward the service that we perform for him. കർത്താവ് വളരെ കരുണയുള്ളവനും ദയയുള്ളവനും സൗമ്യതയുള്ളവരുമാണ്. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ കർത്താവ് മനസ്സിലാക്കുന്നവരും അതിൽ നമ്മെ ഉത്സാഹിപ്പിക്കുന്നവരും. Now, granted, he doesn't understate the fact that we are to serve, we are to sacrifice for him. കർത്താവിനെ സേവിക്കുകയും കർത്താവിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുവാനായി വിളിക്കപ്പെട്ടവരാണ് എന്ന കാര്യം നാം മനസ്സിലാക്കി. So I want to have a few verses read to remind us of this. First, Matthew 11:29. ഈ വിഷയത്തെ കുറിച്ച് നമ്മളെ ഓർപ്പിക്കുവാനായിട്ട് ചില വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കട്ടെ. മാത്യു ചാപ്റ്റർ 11
59-ാമത്തെ വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. So he's not telling us that there isn't work involved, but he also reminds us of what a good master he is. കർത്താവിന്റെ അടുക്കൽ വന്നാൽ ജോലി ചെയ്യാനുണ്ട്, മുഖം ചുമക്കാനും അതുപോലെ ഭാരം വഹിക്കാനും ഉണ്ട്. പക്ഷെ എത്ര നല്ല യജമാനാണ് അവനെന്ന് നമ്മോട് ഇവിടെ പറഞ്ഞത്. Then look at Mark 10:45. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്ര വന്നു. This is such an encouraging principle we see continually revealed in God's word. The Lord never asks us to do anything he hasn't done himself. ദൈവജനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രമാണമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടുള്ളത്. ഒരു കാര്യം എടുത്തു പറയട്ടെ, കർത്താവ് താൻ തന്നെ വ്യക്തിപരമായി ചെയ്യാത്ത ഒരു കാര്യം നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. And we see from the Gospels how weary he was in body and soul, and yet he never did grow weary in well-doing. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവ് ശാരീരികമായും മാനസികമായും വേറെ ക്ഷീണിതനായ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഒരു സന്ദർഭത്തിൽ പോലും ദൈവത്തിന്റെ ഹിതത്തിനെതിരെ താൻ ഒരു കാര്യവും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. One other passage, John chapter 12, verses 24 to 26. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ബോധമോട് നിലത്ത് വീട് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഈ ലോകത്ത് തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനെ വിരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. That's an amazing thought, isn't it? The Father will honor us as we serve the Lord. കർത്താവായ യേശുക്രിസ്തുവിനെ നാം സേവിക്കുന്നുവെങ്കിൽ പിതാവ് നമ്മളെ മാനിക്കും എന്ന ആ പ്രസ്താവന വളരെ വിലയേറിയ ഒരു പ്രസ്താവനയാണല്ലേ. But that takes faith, brethren, as you well know, because we don't see much of that on this side of glory. അത് മഹത്വത്തിന്റെ നമ്മുടെ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തില് ഇത് യാഥാർത്ഥ്യമായി തീരുവാനായിട്ട് വളരെ സമയവും അധ്വാനവും തീർച്ചയായും ആവശ്യം. But we serve an amazing master, one like no other. അത്ഭുതകരമായിരിക്കുന്ന യജമാനെയാണ് നാം സേവിക്കുന്നത്. Let's read what it says in Luke 12:37. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. That is something that I can't even imagine. But there it is. We read it in God's word from the mouth of Jesus himself. നമുക്ക് വിശ്വസിക്കാൻ പാടില്ലാത്ത കഴിയാത്തതായിരിക്കുന്ന ഈ കാര്യം പറയുകയുണ്ടായി. And so if we go back to Galatians chapter 6. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നാം തിരിച്ചു പോയാൽ I want to read once again not just verse 9 but verses 7 through 10. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 10 വരെ 10 വാക്യങ്ങൾ. നന്മ ചെയ്യുകയും നാം മണത്തു പോകരുത്, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് തന്നെ കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. Brethren, as much as we sometimes don't see that reward here and now, the Lord has promised us real reward in glory. ഇവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന പ്രതിഫലം ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതായിട്ട് നാം കാണുന്നില്ല, എന്നാൽ ബഹുത്വത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. And so sometimes whatever the reason may be, and we're getting tired, we're feeling maybe sorry for ourselves, we feel unappreciated, just remember that the Lord knows our heart and he's there to meet our need.
ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടോ പല കാരണങ്ങളും ഉണ്ടാകാം, നന്മ ചെയ്യുന്നതിൽ നാം തകർന്നു പോകും, നമുക്ക് ഉത്സാഹം നഷ്ടപ്പെടും. എന്നാൽ ഒരു കാര്യം എടുത്ത് പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്നു. Brothers, I know that you face a lot of struggles, and I just want to encourage you to, as we say in the United States, hang in there, and the Lord be with you. പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിടിച്ചു നിൽക്കുക, മുറുകെ പിടിച്ചു കൊടുക്കുക, സാഹചര്യത്തിൽ കൊടുത്തു നിൽക്കുക, നന്മ ചെയ്യുക എന്നാണ്. We have a worthy master and one who understands when we grow weary. സേവിക്കുവാൻ യോഗ്യനായ ഒരു യജമാനാണ് നമുക്കുള്ളത് എന്ന് മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങളെ നന്നായി അറിയുന്നവർ